എന്റെ അല്ലോ നമ്മളെ തല്ലി കൊല്ലാൻ ദൈവമേ രാവിലെ തന്നെ തുടങ്ങിയ ഈശ്വരാ കാലത്ത് തന്നെ തുടങ്ങിയല്ലോ. എന്തെന്ന് കാണിക്കുന്നത് രാവിലെ തന്നെ ഓടിക്കാനുള്ളത് ഇക്കാന ഓടിക്കണല്ല അവനെ. പിന്നെ നമ്മളൊരു ചുണ്ടലീനെ ഓടിച്ചതാ. അത് ശരി. അതിന്റെ ഇടയിൽ ഇക്കാൻ പെട്ടല്ലേ? ഇക്കാന്റെ മുമ്പിൽ ഒരു ചുണ്ടലി ഉണ്ടായിരുന്നു. നീ കണ്ടില്ലായിരുന്നോ ഓടണേ? ഇല്ല. എന്നെ മനസ്സിലായ? ഇല്ല ഇല്ല. അല്ല നിന്റെ മൂത്തുമ്മ ഇപ്പൊ ആശുപത്രിന്ന് പോന്നാ? ആശുപത്രി നിന്നൊക്കെ പോന്നപ്പോ വീട്ടിലുണ്ട്. അല്ലേ? പിന്നെ നിന്റെ മൂത്തുപ്പ മരിച്ചു മൂക്കി പഞ്ഞൊക്കെ വെച്ച് പോയില്ല അങ്ങോട്ട്. അല്ലോ. വാപ്പ പിന്നെ നേരത്തെ മയ്യത്തായില്ല. വാപ്പ പിന്നെ നേരത്തെ മയ്യത്തായി. ഉമ്മാന്റെ കാലിന്റെ അസുഖമൊക്കെ മാറിയവനെ? ഉമ്മാന്റെ കാലിന്റെ അസുഖമൊക്കെ അങ്ങോട്ട് മാറിപ്പോ വീട്ടിലുണ്ടല്ലോ. മാറിയില്ലേ? മാറി കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞ നീ ഏതാ? അത് ശരി. അപ്പൊ എന്നെ മനസ്സിലായിട്ടില്ല. ഇല്ല, മനസ്സിലായിട്ടില്ല. എന്റെ പൊന്നിത്ത നിങ്ങൾ തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നില്ലേ? ആ വീടിന്റെ തൊട്ടപ്പുറത്ത് ലൈൻ കെട്ടിട്ട് താമസ ജമീലയുടെ മകൻ ഷുക്കൂർ. തമ്പിരാനെ നിന്റെ കാര്യം എപ്പോഴും ഓർക്കണോന്ന് ഓർക്കും മോനെ. മറന്നു. ഓർമ്മക്കുറവില്ലായ്മ കുറവല്ലേ? അപ്പൊ ഇന്നെ ഇത്താ ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാന്നറിയോ? എന്റെ കല്യാണമാണ് അടുത്ത മാസം 12-ാം തീയതി. നിനക്ക് പെണ്ണ് കിട്ടിയ? പെണ്ണ് കിട്ടി. നിന്റെ വാപ്പാന്റെ സ്വഭാവം വെച്ച് നിനക്ക് പെണ്ണ് കിട്ടേണ്ടതല്ല. അത് ശരി. അപ്പൊ എല്ലാം അറിയാല്ലേ അങ്ങോട്ട്? പിന്നല്ലാണ്ട് ഞാനേ ഒരു ഓണങ്കരമൂലെന്നാണ് കല്യാണം കഴിക്കുന്നത്, നമ്മുടെ കോനൂരിന്ന്. അതാ നിന്റെ സ്വഭാവവും ബാപ്പയുടെ സ്വഭാവം ഒക്കെ അറിയാത്ത സ്ഥലത്ത് നിന്ന് വേണമല്ലോ കെട്ടാൻ. അതിരിക്കട്ടെ, ഓണങ്കേറ മൂല ചെന്നപ്പോ നീ ആ പെണ്ണിനെ നിന്റെ സ്വഭാവം കൊണ്ട് കിട്ടാൻ വയ്യില്ല, എന്തെങ്കിലും കാണിച്ച് വളച്ചിട്ടുണ്ടാവും. നീ പെണ്ണ് കാണാൻ ചെന്നപ്പോ എന്തെന്നാണ് എടുത്ത് കാണിച്ചു? ഞാനൊന്നും കാണിച്ചില്ല. നീ കാണിക്കാണ്ട് ആ പെണ്ണ് ബിയ്യൂല്ലല്ലോ. എന്തെന്നാ കാണിച്ചത്? ഞാനൊരു സാധനം കാണിച്ച്. എന്താണ്? അല്ല അതല്ല, മൊബൈൽ ഫോണേ. മൊബൈല് കാണിച്ച് വളച്ചല്ലേ? നിനക്ക് എന്ത് ശ്രീധരം കിട്ടും? എനിക്കിതേ 50 പവനും 50,000 രൂപയും. 50 പവൻ നീ പെണ്ണിന്റെ മേത്തിട്ടോ 50,000 രൂപ ചെലവാക്കണ്ട. ചെലവാക്കണ്ടെന്ന് പറഞ്ഞു. അംബാനി വിളിക്കും മോനെ, ഫോണിന്റെ കാശ് വെക്കണ്ടേ? ഓ അങ്ങനെ. അത് ശരി. അതൊക്കെ പോട്ടെ. പിന്നെ നമ്മുടെ ഇക്കയ്ക്ക് ഇപ്പൊ എന്തോ ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ട്. അല്ല, നിനക്ക് കല്യാണക്കുറി ഇങ്ങോട്ട് അയച്ചാ പോരായിരുന്നോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അയക്കാനിരുന്നാണ്. പണ്ട് എന്താന്ന് വെച്ചാല് ഇക്കയുടെ പേര് ഇവിടെ എഴുതാൻ പറ്റൂല. ഈ നാട്ടിലെ നാട്ടുകാർ മുഴുവൻ ഇക്കനെ ഇരട്ടപ്പേര് കൂട്ടിയാലും വിളിക്കണത്. അല്ലോ, അത് ശരിയാണ് മോനെ. നീ പേര് വിളിക്കണ്ട, എഴുതണ്ട. അത് നന്നായി. അത് ശരി. ഇക്കാന ആൾക്കാര് തകരബീരാന്നാ വിളിക്കണേ. എന്തെന്ന്? തകരബീരാൻ. അതെന്താണ് ഈ തകരബീരാന്ന് വിളിക്കണത്? അത് നമ്മൾ പറഞ്ഞുതരാം, നിനക്ക് പൊടി കിട്ടും. അപ്പ ഈ നാട്ടിൽ ഒരുപാട് ബീരാന്മാരുണ്ട്. നമ്മളിപ്പോ ഇവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കണല്ലേ? റേഷൻ കട നടത്തുന്ന ബീരാനുണ്ട്, ചിട്ടിക്കമ്പനി നടത്തുന്ന ബീരാനുണ്ട്, മുക്കുറി വീരാനുണ്ട്, ചത്തുപോയ വീരാനുണ്ട്, VIP വീരാനുണ്ട്. അതെന്താ VIP വീരാൻ? വെറുതെ ഇരിക്കുന്ന പൗരൻ. അങ്ങനെ ഇരിക്കുന്ന വീരാനുണ്ട്. അങ്ങനെ ഒരുപാട് വീരാന്മാരുണ്ട്. ആണല്ലേ? അപ്പൊ നമ്മുടെ ഇക്കാന തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ വീടിന്റെ ബേലിക്ക് ഒരു തകരമരം നിപ്പുണ്ട്. തകരമരം. അതുകൊണ്ട് ആ തകരമരം കൂട്ടി തകരവീരാൻ എന്ന് വിളിക്കും. അത് ശരി. തകരവീരാൻ. അതുകൊണ്ടാണ് തകരവീരാൻ പേര്. പിന്നെ ഇക്കാക്കാണെങ്കിൽ വിളിയാക്കണത് പിരാന്താണ്. ഒരു വെള്ളിയാഴ്ച ആരാണ്ട് പള്ളിയിൽ വെച്ച് ഇങ്ങനെ വിളിച്ചെന്നും പറഞ്ഞിട്ട് ഇക്കാക്ക് പിരാന്ത് കയറിയിട്ട് അലാക്കായിട്ട് ഇങ്ങോട്ട് വന്നു. വാക്കത്തി ഇങ്ങനെ എടുത്തിട്ട് തകരമരം അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. അത് ശരി. അതോടുകൂടി പിന്നെ വിളിയൊക്കെ നിന്നുണ്ടാവും. വിളി നിർത്തിയില്ല. നമ്മുടെ ആൾക്കാര് വിളി പരിഷ്കരിച്ചു. എങ്ങനെ? മുറിത്തകര വീരാനാക്കി. അത് ശരി. അതോടുകൂടി പിന്നെ പിരാന്തായി. പിന്നെ പിരാന്തായി. ഇക്കാൻ ചെയ്തു, വാക്കത്തി എടുത്തിട്ട് അതിന്റെ കട വെച്ച് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. കട വെച്ച് അങ്ങോട്ട് വെട്ടി. അതോടുകൂടി പിന്നെ വിളിയൊക്കെ അങ്ങോട്ട് നിന്നിട്ടുണ്ടാവും. പിന്നെ അപ്പോഴും ആൾക്കാര് വിളി പരിഷ്കരിച്ചു. എങ്ങനെ? കടത്തകര വീരാനാക്കി. അത് ശരി. പിന്നെ വിളിച്ച് പിന്നെ ഇക്കാക്ക് അങ്ങോട്ട് പിരാന്ത് മൂത്ത് ഇക്കാൻ ചെയ്തു, അത് കടയോടുകൂടി പറിച്ചങ്ങോട്ട് കളഞ്ഞു. അത് ശരി. അതോടുകൂടി പിന്നെ വിളി പൂർണ്ണമായിട്ട് നിന്നിട്ടുണ്ടാവും. നമ്മുടെ എല്ലാ ആൾക്കാര് വിളി പരിഷ്കരിച്ചു. എങ്ങനെ? അത് പറയാൻ കൊള്ളൂല. മുറിച്ചു കളഞ്ഞപ്പോ മുറിത്തകര വീരാൻ, കടക്കി വെച്ച് വെട്ടിയപ്പോ കടത്തകര വീരാൻ, പറിച്ചു കളഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണ് വിളിക്കണത്. പണ്ടാരടങ്ങാൻ. അതൊക്കെ പോട്ടെ. ഇത്ത ഈ ഇക്കയുടെ എന്തോ സീക്രട്ട് പുറത്തായി എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. നീ അറിഞ്ഞില്ല? പിന്നെ എന്താണ്? പഠിച്ചോനെ, കഴിഞ്ഞ പെരുന്നാളിന് തെങ്ങുമ്മ കയറിയതാണ് ഈ പട. എന്ത് ചെയ്താ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. മുകളിൽ ഇരുന്നിട്ട് അങ്ങോട്ട് നൊലോളി ഒടിഞ്ഞോനെ. അത് ശരി. ആൾക്കാരൊക്കെ ഓടിക്കൂടി. ചാടാൻ പറഞ്ഞാ ചാടോ, ബീയാൻ പറഞ്ഞാ ബീയോ, ഇറങ്ങാൻ പറഞ്ഞാ ഇറങ്ങോ. അവസാനം ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സ്. എന്നിട്ട് ഈ മീനെ പിടിക്കണ വലിയ വലയില്ലേ, വല അത് തെങ്ങിന്റെ ചോട്ടില് വലിച്ചു കെട്ടി.
വലിച്ചു കെട്ടി. എന്നിട്ട് ഇക്കാനെ ഈ കപ്പളങ്ങയൊക്കെ കുത്തിയിടുന്ന ഒരു കോലും കൊണ്ട് കുത്തി വലയിലേക്ക് ഇട്ടു. അത് ശരി, അങ്ങനെ ഇക്ക രക്ഷപ്പെട്ട്. ഏയ് വലയിൽ വന്ന് വീണപ്പോ വലയ അങ്ങോട്ട് വലിഞ്ഞില്ലേ, ആ ഫോഴ്സിൽ ഇക്ക പിന്നെയും തിരിച്ചു മുകളിലേക്ക് തന്നെ പോയി. അത് ശരി. ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കും മുകളിലേക്കും താഴത്തേക്കും മുകളിലേക്കും താഴത്തേക്കും മുകളിലേക്കും താഴത്തേക്കും. ആരാ പോയേ? അല്ല ഇക്ക. ഞാൻ വിചാരിച്ചു ഇതിന്റെ ഉമ്മാന്റെ ആയിരായിരിക്കും. അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പ ഇക്കാടെ മനസ്സ് നൊന്തോയിനെ. അപ്പൊ ഇത്ത പറഞ്ഞു, നിങ്ങൾ ആ ബലേമ കൊറേ ഫെവിക്കോള് വരട്ടെ പശ. എന്റെ അമ്മോ, ഇത്താന്റെ ഒരു ബുദ്ധിട്ട എന്തോ ബുദ്ധിയായത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇത്താന്റെ ഓരോ ബുദ്ധികള്. നീ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ വരുമ്പോ തോളത്തിട്ട് നമ്മൾ ആമ്പരുതിട്ടാ, എനിക്ക് എപ്പോഴും കൺട്രോൾ കിട്ടിന്ന് വരൂല. അങ്ങനെ അങ്ങനെ ബലേമ പശ പരത്തിയിട്ട് ഇക്കാനെ പിന്നെയും കോലും കൊണ്ട് കുത്തി അതിലേക്ക് ഇട്ടു. ഓ, അപ്പൊ ഇക്ക വന്ന് ഒട്ടിപ്പിടിച്ചിരുന്നു. ഒട്ടിപ്പിടിച്ചിരുന്നു. ഇക്കല്ല, പിന്നെ ഇക്കാന്റെ ഉടമ്പുണ്ട്. ഇക്ക പിന്നെ തിരിച്ചു മുകളിലേക്ക് തന്നെ പോയി. അത് അതോടുകൂടി ഇക്കാന്റെ സീക്രട്ട് കംപ്ലീറ്റ് ഫ്ലാഷ് ആയി പോനെ. അതെന്താണ്? ഇക്ക പണ്ടേ സ്വതന്ത്രനല്ലേ. ഓ അങ്ങനെ. അതൊക്കെ പോട്ടെ, ഇക്ക എന്ത്? ഇക്ക അവിടെ ഉണ്ടായിരുന്നതേ വന്നേക്കണേ, എവിടെ കല്യാണം വിളിക്കാൻ വന്നേക്കണേ. വാ എന്റെ പൊന്നോ, ദേ വന്നേ. പറഞ്ഞില്ല സീക്രട്ടും പുറത്തായിട്ട്. ഇല്ല, പടി താഴ്ത്തിട്ട് പോരെ പോരെ. എന്റെ പൊന്നിക്ക മനസ്സിലായില്ല. എന്റെ ഇത്താന്ന് പറഞ്ഞു കൊടുക്ക്. നമ്മള് തിരുവനന്തപുരത്ത് താമസിച്ചില്ലേ വാടകയ്ക്ക്, ലൈൻ ഘട്ടത്തില്. അപ്പുറത്ത് താമസിച്ചിരുന്ന ജമീലാന്റെ മോൻ ഷുക്കൂർ. ജമീലാന്റെ മോനാ കൊള്ളാല. നീ ആകെ തടിച്ചു കൊഴുത്ത് മെലിഞ്ഞ് വൃത്തികേടായി പോലെ. എന്റെ പേര് ഷുക്കൂർ. കല്യാണം വിളിക്കാൻ വന്നതാ. കല്യാണം അടുത്ത മാസം 12-ാം തീയതി വെള്ളിയാഴ്ച എന്റെ കല്യാണം. അപ്പൊ എന്നോട് ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പൊ ഇത്താനോട് പറയാൻ വിട്ടുപോയാലും കുഴപ്പമില്ല, ഇക്കാനെ പ്രത്യേകം അങ്ങോട്ട് വിളിക്കണം, പ്രത്യേകം വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മ പറഞ്ഞ പോലെ ഇക്ക വന്ന് എന്റെ ബാപ്പയുടെ സ്ഥാനത്ത് നീ കല്യാണം നടത്തണമെന്ന് എന്റെ ഉമ്മ പ്രത്യേകം പറഞ്ഞേക്കാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടേക്കണത്. പുള്ളങ്ങൾ ഓരോന്ന് വന്നു തുടങ്ങി. എന്തായി പറഞ്ഞത്? ഒന്നുമില്ല, ഞാനൊന്നും പറഞ്ഞില്ല. എന്തായി പറഞ്ഞത്? ഒന്നുമില്ലേ. അപ്പൊ ഞാൻ വന്നേക്ക, നീ പോന്നോക്കെ. അതൊക്കെ പോട്ടിക്ക. ഈ കഴിഞ്ഞ ദിവസം ആരും ഇല്ലായിരുന്ന സമയത്ത് എന്റെ ഉമ്മ മാത്രം ഉള്ളപ്പോ എന്റെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞ കേട്ടല്ല. നിനക്കൊരു കുടുംബം കലിക്ക് കഴിഞ്ഞ എത്ര രൂപ കിട്ടും? ഞാനിവിടെ കല്യാണം വിളിക്കാൻ വന്നല്ലേ. നിന്റെ കല്യാണത്തിൽ നമ്മൾ വന്നേക്ക പോയിക്കോ. അപ്പൊ എന്റെ വാപ്പാടെ സ്ഥാനത്ത് നീ കല്യാണം പിന്നെ പറയണ പൊക്കണ പറയാന്ന് പറഞ്ഞില്ലേ? പൊക്കോ. എന്തല്ലേ ഓരോരോ കല്യാണങ്ങളുടെ കാര്യങ്ങള്. കല്യാണം അല്ലേ? പോണ്ടേ നമുക്ക് പോണ്ടേ? നമുക്ക് പോണേ എന്തിനാ? പിന്നെന്താ, വാപ്പ പോയാ പോരെ. ഏത് വാപ്പ? അല്ല, ഇപ്പൊ പറഞ്ഞിട്ട് പോയില്ല. വാപ്പ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വലത്തി കൊടുക്കാം. നീ വേണ്ടാത്ത വർത്താനം പറയരുത്. നിങ്ങൾ നമ്മുടെ അടുത്ത് വേണ്ടാത്ത വർത്താനം പറയരുത്. ആ മനുഷ്യൻ ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞ വാപ്പാണെന്ന്. വാപ്പാടെ സ്ഥാനത്ത് നടത്തി കൊടുക്കണം. സ്ഥാനം എന്ന് പറഞ്ഞ എന്താ മനുഷ്യനെ വാപ്പാൻ്റെ നിന്നാ വെറുതെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കരുത്. നമ്മളൊരു കാര്യം ചോദിക്കട്ടെ മനുഷ്യ, എന്റെ മുഖത്ത് നോക്കി പറ. മുഖ്യമന്ത്രി ഈ നാട് മുഴുവൻ ജനസമ്പർക്ക പരിപാടിയായിട്ട് കിടക്കണ്. നിങ്ങൾ ഈ പഞ്ചായത്ത് മുഴുവൻ ജനസമ്പർക്ക പരിപാടിയായിട്ട് കിടക്കാല്ലേ? നിന്നോടാ പറഞ്ഞ വെറുതെ ദേഷ്യം കെട്ടിക്കരുത്. എന്നെ വേഷം കെട്ടണെന്തിനാ? നിങ്ങൾ അവിടെ പോയിന്ന് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഇറച്ചി മേടിക്കാൻ പോയപ്പോ നമ്മൾ അതുവഴി ഒന്ന് പോയപ്പോ നിക്കണ്. അപ്പൊ എന്താ ജമീല, സുഖാണോന്ന് ചോദിച്ചു. അത്ര ഉണ്ടായുള്ളൂ. ഇത്ര സംഭാഷണം ഉണ്ടായാലും വേറെ ഒന്നുമില്ല ഇവിടെ. ആ ചെറുക്കൻ എന്തിനാ പിന്നെ എന്തിനാ മോങ്ങണത്? എന്റെ ഇക്ക ഇനി വരണമെന്നില്ല. എന്റെ കല്യാണം കൊളമായാകെ മുടങ്ങിപ്പോയിന്ന്. ആ പെണ്ണ് വേറെ ഒളിച്ചോടി പോയി. വേറെ കല്യാണം മുടങ്ങിപ്പോയി. നിന്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് അതായിരിക്കും. കല്യാണം മുടങ്ങി പോയി, പോട്ടെ, സാരില്ല. എന്തെങ്കിലും പണി നമുക്ക് ഉണ്ടാക്കും. എനിക്ക് എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്തേ ചമതി. എന്റെ നീ ആത്മഹത്യ ചെയ്യണെന്തിനാ? നീ വല്ല ട്രെയിനും തലവെക്ക്. എന്നിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് ബാ. ഏതായാലും നമ്മുടെ മോള് ഐഷുമ്മ ഉണ്ടല്ലോ, ഐസ്ക്രീമൊക്കെ തിന്ന് ഏനക്കേടായിട്ടിരിക്കാം. ഇവനാണെങ്കി പെണ്ണ് ഒളിച്ചോടി പോയ സന്തോഷം അല്ല സങ്കടത്തിലാ. ഇവന്റെ തലയിൽ അങ്ങോട്ട് വെച്ചിട്ട് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഒട്ടും ശരിയാവില്ല മോനെ. നടക്കും. അടുത്ത മാസം 12-ാം തീയതി നിശ്ചയിച്ച മുഹൂർത്തത്തില് നമ്മുടെ മോള് ഐഷുമ്മാനെ നിനക്ക് നമ്മൾ വെടിക്കെട്ട് പറമ്പിൽ ആമിനത്താത്ത കല്യാണം കഴിച്ചു തന്നിരിക്കും. നടക്കൂല. നമ്മള് അതൊരു വേറെ ടെക്നിക്ക് ഉണ്ട്. നടക്കണേ. പ്രശ്നമുണ്ട് ഇതില്. അവന് ജോലിയില്ലേ? ആമിനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമല്ലേ നമ്മൾ നടത്തി. ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഇതില്. ഫ്ലാഷ് ബാക്കാ? അതെ. അഞ്ച് ഫ്ലാഷ് ബാക്ക്. പണ്ട് നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് മാറി ഇങ്ങോട്ട് താമസിച്ച സമയമുണ്ടല്ലോ, നമ്മള് ലോൺ എടുക്കാൻ വേണ്ടി ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പോയി. നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മള് തമ്പാനൂർ സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയപ്പോ മുട്ടാമുട്ടമായ
മയത്ത് കൊട എടുക്കാൻ നമ്മൾ മറന്നുപോയി. നിങ്ങൾ അല്ലെങ്കിൽ കൊട എടുക്കാൻ മറക്കും. നോക്കിപ്പോ മുട്ടിന് വെള്ളം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ നമ്മൾ ചെന്നത് എങ്ങോടാ എങ്ങടാ? നമ്മുടെ ജമീലാടെ വീട്ടിലേക്ക്. അല്ലോ, അപ്പൊ അങ്ങനെ അബദ്ധത്തിൽ നമുക്ക് ശുക്കൂർ എന്ന ഒരു പിള്ളേരെ കിട്ടിയതാണ് മോളെ. ഇപ്പൊ നമ്മള് സംശയിച്ചത് സത്യായില്ലേ? നടക്കൂല, ഈ കാര്യം നടക്കൂല. നമ്മള് സംശയിച്ചത് സത്യായില്ലേ? സത്യം തന്നെ. എന്നാലും മോനെ നീ പേടിക്കണ്ട. അടുത്ത മാസം 12-ാം തീയതി നമ്മുടെ മോളെ ഐഷുമ്മാനെ ഞാൻ നിക്കാഹ് ചെയ്ത് തരും. കുഴപ്പമില്ലേ? നമ്മുടെ മോനെ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നേ പറഞ്ഞത്? നമ്മക്കും പറയാൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്. ഫ്ലാഷ് ബാക്കോ? നിങ്ങൾ അന്ന് തിരുവനന്തപുരത്തിന് പോയില്ലേ? അന്ന് ഈ പഞ്ചായത്തിലും പെയ്തൊരു ഒടുക്കത്ത മഴ, പേമാരി, വെള്ളപ്പൊക്കം, മുട്ടിന് വെള്ളം. അന്ന് റേഷൻ കട സുബേർ കൊടയിലാണ്ട് ഓടിക്കേറി വന്നത് നമ്മുടെ വീട്ടിലാ. അന്ന് നമുക്ക് പറ്റിപ്പോയതാണ് നമ്മുടെ ഐഷുമ്മ. അടി